പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറൊന്നും ചെയ്താൽ കിട്ടില്ല എന്ന് അറിയുന്നോണ്ട് തന്നെ എന്റെ കിട്ടിയ മന്ത്ലി ബഡ്ജറ്റ് ആയിട്ട് 1000 റിയാൽ കൈമ തന്നിട്ടുണ്ട് കേട്ടോ. ഈ മാസം കഴിഞ്ഞവരെ ഒരു റിയാൽ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ മൂപ്പറ തന്നത്. പക്ഷേ റൂമിൽ നിന്ന് 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ യൂസഫ് ഖാന്റെ ലുലു മാളുണ്ട്. അപ്പൊ സംഭവം കുറച്ച് പ്രശ്നമാണ് കേട്ടോ. മാളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കണം തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 2 റിയാലിന്റെ ജ്യൂസിലൊക്കെയാണ് കേട്ടോ ഒതുക്കിയിട്ടുള്ളത്. ഐസും കെട്ടി കിടക്കുന്ന വലിയ വലിയ മീനെല്ലാം എടുത്ത് ചട്ടിയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു മാസത്തേക്കുള്ള ബഡ്ജറ്റ് തകിലാവും. നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല. ഫസ്റ്റ് വീക്കിലെ 300 റിയാലിന്റെ പർച്ചേസ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ആയിരുന്നു 3-4 ദിവസം കഴിയുമ്പോൾ എണ്ണക്ക് തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എണ്ണ മാത്രമേ വാങ്ങണ്ടു, വേറൊന്നും വാങ്ങാൻ പാടില്ല എന്ന് വിചാരിച്ചു ഞാൻ എണ്ണ മാത്രം വാങ്ങാണ്ട് ബാക്കിയെല്ലാം വാങ്ങി. ഈ ഒരു കുത്തിരിപ്പ് സമരം ഐസ്ക്രീമിനാണ് കേട്ടോ. മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റ തുറക്കുമ്പോൾ ഈ ഒരു ഐസ്ക്രീമിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ കേട്ടത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. മന്ത്ലി ബഡ്ജറ്റ് കൂട്ടുന്നത് വരെ ഈ പിശുക്കിത്തരം എന്റെ ഭാഗത്തുണ്ടാവട്ടാ. അങ്ങനെ കുഞ്ഞിന് സമാധാനപ്പെടുത്താൻ ഒരു 3 റിയാലിന്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ലുലു അടുത്തായതുകൊണ്ട് മോൻ കാരണപ്പോ വെറുതെ ഒന്ന് പോയതാണ്. പിന്നെ വിശന്നപ്പോ ചെറുതായിട്ട് റാപ്പും ഫ്രൈഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ എന്റെ ചിന്ത എന്തൊക്കെയോ സാധനം വീട്ടിലേക്ക് വാങ്ങണം എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ കെട്ടിയവന്റെ കാല് പിടിച്ചിട്ട് ഒറ്റ സാധനം വാങ്ങാനില്ലെന്ന് പറഞ്ഞ് കയറിയ ഞാൻ 260 റിയാൽ ബില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് 1000 റിയാൽ ഇട്ടിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ 760 റിയാലിന് തീരുമാനാക്കിയിട്ടുണ്ട് കേട്ടോ. 240 റിയാൽ എന്റെ കയ്യിൽ ബാലൻസ് ഇല്ലോന്ന് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ കെട്ടിയവനറിയാം ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാൻ. ലവ് യു ആൻഡ് ബൈ ഫ്രം ഫുഡി ഗേൾ 2.0.